ഹലോ നമസ്കാരം. എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിന്റെ ഡെയിലി കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നറിയേണ്ടത്. അപ്പോൾ ഇന്നത്തെ വാർത്തകളിലൂടെ നമുക്ക് എന്തെല്ലാമാണ് അറിയേണ്ടത്? ക്ലാസ്സിലേക്ക് കിടക്കാം. കുറച്ചധികം ദിവസങ്ങളായിട്ട് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ചാനലുകളിൽ ചർച്ച ചെയ്യുന്നത് അല്ലേ? നിലമ്പൂർ ബൈ ഇലക്ഷൻ നടക്കുകയാണ്. അപ്പൊ നമുക്ക് കൂടുതലായിട്ടൊന്നും വേണ്ട. നമുക്കറിയേണ്ടത് അടുത്തിടെ ബൈ ഇലക്ഷൻ നടന്ന കേരള നിയമസഭാ മണ്ഡലം ഏതാണ്? നിലമ്പൂരാണ്. നിലമ്പൂർ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലാണ് എന്ത് നടക്കുന്നത്? ബൈ ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ അടുത്ത ഇലക്ഷൻ വരാറായി. വളരെ ചുരുങ്ങിയ ഒരു കാലയളവിലേക്കാണ് ഈ ഒരു ഇലക്ഷൻ വരുന്നത്. എന്നിരുന്നാലും നല്ല ഇലക്ഷൻ ചൂട് നിലമ്പൂർ അനുഭവിക്കുന്നുണ്ടല്ലേ? അപ്പോൾ നിലമ്പൂർ എവിടെയാണ്? മലപ്പുറത്താണ്. 5ാം ദിനവും പറക്കാനാകാതെ F-35. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ട കാര്യമാണ്. F-35 ബ്രിട്ടന്റെ യുദ്ധവിമാനമാണ്. ആരുടെയാണ്? ബ്രിട്ടന്റെ യുദ്ധവിമാനമാണ് F-35. അപ്പോൾ ഇതുവരെയും ഇവിടുന്ന് പോയിട്ടില്ല. 5 ദിവസമായിട്ടും എഞ്ചിൻ തകരാറുകളൊന്നും പരിഹരിക്കാനാകാതെ ഇപ്പോഴും എവിടെയാണ് ഇതുള്ളത്? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തന്നെ കിടക്കുകയാണ് നമ്മുടെ F-35. ബ്ലാക്ക് ബോക്സ് വിദേശത്തേക്ക് തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്രം. ബ്ലാക്ക് ബോക്സ് അപ്പോൾ വിമാനങ്ങളിലുള്ളതാണ് ഈ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, അഹമ്മദാബാദിൽ അടുത്തിടെ വിമാന അപകടമുണ്ടായി. നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും തിരിച്ച ഒരു വിമാനം, എയർ ഇന്ത്യയുടെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അപ്പോൾ ഈ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമുക്കറിഞ്ഞിരിക്കേണ്ടത് ഈ ബ്ലാക്ക് ബോക്സ് നമുക്ക് പഴയ PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ബ്ലാക്ക് ബോക്സിന്റെ നിറമെന്ത്? അപ്പോൾ PSC അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഒരു കാര്യം ഉറപ്പിക്കാം. ആ ഓപ്ഷനിലെ ഒരു ഉത്തരം, അതായത് കൃത്യമായിട്ടും ആ ഓപ്ഷനിലെ ഒരു ഉത്തരം ബ്ലാക്ക് എന്നായിരിക്കും. ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്ത് എന്ന് PSC ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും അത് ബ്ലാക്ക് ആയിരിക്കില്ല എന്ന് നമുക്കും അറിയാം അല്ലേ? ബ്ലാക്ക് അല്ല. പിന്നെ എന്താണ് ബ്ലാക്ക് ബോക്സിന്റെ നിറം? വിമാനങ്ങളിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്താണ്? ഓറഞ്ച് ആണ്. എന്താണ്? ഓറഞ്ച്. വിമാനങ്ങളിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്താണ്? ഓറഞ്ച് ആണ് വിമാനങ്ങളിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം. വിക്ടോറിയൻ പാർലമെന്റ് മന്ത്രി വീണ ജോർജിനെ ആദരിച്ചു. അപ്പോൾ മന്ത്രി വീണ ജോർജിന് ഓസ്ട്രേലിയയിലെ വിക്ടോറിയൻ പാർലമെന്റ് സ്വീകരണവും പ്രത്യേക ആദരവും നൽകി. അപ്പോൾ നമുക്ക് വരുന്ന ചോദ്യം, അടുത്തിടെ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആദരിച്ച പാർലമെന്റ് ഏതാണ്? ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയിലെ വിക്ടോറിയൻ പാർലമെന്റ് ആണ്. അല്ലെങ്കിൽ മറ്റൊരു ചോദ്യം വരാം, താഴെ തന്നിരിക്കുന്നവയിൽ ഓസ്ട്രേലിയൻ പാർലമെന്റ് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഓസ്ട്രേലിയൻ പാർലമെന്റ് വിക്ടോറിയ എന്നും ജൂബിലി എന്നും പല പല പേരുകളൊക്കെ ഓപ്ഷനിൽ ഉണ്ടാകും. കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഓസ്ട്രേലിയൻ പാർലമെന്റ് ആണ് വിക്ടോറിയൻ പാർലമെന്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഓസ്ട്രേലിയയിലെ വിക്ടോറിയൻ പാർലമെന്റ് അനുമോദിച്ചത് ആരെയാണ്? നമ്മുടെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജിനെയാണ്. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം, ഭരണഘടനാ ഹത്യാ ദിനം, ജൂൺ 25. 50 വർഷങ്ങൾക്ക് മുമ്പ് ജൂൺ 25-നാണ് എന്ത് പ്രഖ്യാപിച്ചത്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഈ ജൂൺ 25 50ാം വാർഷികത്തോടടുക്കുമ്പോൾ ആ ദിനം ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജൂൺ 25 ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, 1 വർഷം നീളുന്ന ഭരണഘടനാ ഹത്യാ ആചരണമാണ് നടക്കാൻ പോകുന്നത്. ഈ പരിപാടിയിൽ ചെങ്കോലിന് പ്രാധാന്യം നൽകണമെന്നാണ് കേന്ദ്രത്തിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. ധർമാനുസൃത ഭരണത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെങ്കോലെന്ന്. എന്തിനാണ്? ധർമാനുസൃത ഭരണത്തെ സൂചിപ്പിക്കുന്നു. ചെങ്കോൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ധർമാനുസൃത ഭരണത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും അയച്ചിട്ടുണ്ട്. ചെങ്കോലിന് പ്രാധാന്യം നൽകിക്കൊണ്ട് വേണം പരിപാടി നടത്താൻ. ഓരോ സംസ്ഥാനവും നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ എന്തിന് പ്രാധാന്യം നൽകണം? ചെങ്കോലിന് പ്രാധാന്യം നൽകണം. എന്തുകൊണ്ടാണ്? ധർമാനുസൃത ഭരണത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രതീകമായിട്ടാണ് ചെങ്കോലിനെ കരുതിയിരിക്കുന്നത്. മോഹൻലാലിനെ ആദരിച്ച് ശ്രീലങ്കൻ പാർലമെന്റ്. അപ്പോൾ നമ്മുടെ നടൻ മോഹൻലാലിനെ ആദരിച്ചിരിക്കുകയാണ് ശ്രീലങ്കൻ പാർലമെന്റ്. അവിടെ വിക്ടോറിയൻ പാർലമെന്റ് ഒക്കെ ഉണ്ടാകും, എല്ലാം കൂടെ തിരിഞ്ഞു പോകരുത്. വിക്ടോറിയൻ പാർലമെന്റ് ആദരിച്ചത് നമ്മുടെ മന്ത്രി വീണ ജോർജിനെയാണ്. ഇതെന്താണ്? ഇത് നമ്മുടെ സിനിമാ നടൻ മോഹൻലാലിനെ ആദരിച്ചിരിക്കുകയാണ് ശ്രീലങ്കൻ പാർലമെന്റ്. അപ്പോൾ ആരൊക്കെയാണ് ചിത്രത്തിലെന്ന് നോക്കാം. ഇതിൽ പ്രധാനമന്ത്രിയുണ്ട്. ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യ. ആരാണ്? ഹരിണി അമരസൂര്യയാണ് ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി. ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി ആരാണ്? ഹരിണി
അമരസൂര്യ. ഹരിണി അമരസൂര്യയാണ് ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി. കൃത്യമായി പഠിക്കുക. ശ്രീലങ്ക അടുത്തിടെ സാമ്പത്തിക മാന്ദ്യമൊക്കെ അനുഭവിച്ച രാജ്യമാണ്. അപ്പൊ നമുക്ക് റിലേറ്റഡ് ക്വസ്റ്റ്യൻ വരാം. ഇതുകൂടെ ആയപ്പോൾ ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമായി തന്നെ മാറിയിരിക്കുകയാണ്. അപ്പൊ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി ആരാണ്? ഹരിണി അമരസൂര്യ. ആരാണ്? ഹരിണി അമരസൂര്യ. ക്രൊയേഷ്യൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി മോദി. അപ്പൊ നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിൽ പറഞ്ഞതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതൊക്കെ രാജ്യങ്ങൾ സന്ദർശിച്ചു? സൈപ്രസും ക്രൊയേഷ്യ. ക്രൊയേഷ്യ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് നരേന്ദ്രമോദി. കൂടാതെ സൈപ്രസിന്റെ സിവിലിയൻ ബഹുമതിയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് ഏതാണ് ബഹുമതി എന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ ഇവിടെ ഉള്ളത് ക്രൊയേഷ്യൻ പ്രധാനമന്ത്രിയാണ് ആന്ദ്രേ പ്ലെൻകോവിച്ച്. ആരാണ്? ആന്ദ്രേ പ്ലെൻകോവിച്ച് ആണ് ക്രൊയേഷ്യൻ പ്രധാനമന്ത്രി. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ആന്ദ്രേ ആരാണ്? ആന്ദ്രേ പ്ലെൻകോവിച്ച്. ആന്ദ്രേ പ്ലെൻകോവിച്ച് ആണ് എവിടത്തെ പ്രധാനമന്ത്രി? ക്രൊയേഷ്യയുടെ പ്രധാനമന്ത്രിയാണ് ആന്ദ്രേ പ്ലെൻകോവിച്ച്. ആരാണ്? ആന്ദ്രേ പ്ലെൻകോവിച്ച്. നമ്മുടെ പ്രധാനമന്ത്രി ആന്ദ്രേ പ്ലെൻകോവിച്ചിന് എന്തോ ഒന്ന് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് അറിയണ്ടേ? സംസ്കൃത വ്യാകരണത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പതിപ്പ്. സംസ്കൃത വ്യാകരണത്തിന്റെ അച്ചടിക്കപ്പെട്ട ആദ്യ പതിപ്പ് ആർക്ക് നൽകി? ക്രൊയേഷ്യൻ പ്രധാനമന്ത്രി ആന്ദ്രേ പ്ലെൻകോവിച്ചിന് ഒരു സമ്മാനം എന്ന വണ്ണം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊടുത്തിട്ടുണ്ട്. എന്താണ് കൊടുത്തത്? സംസ്കൃത വ്യാകരണത്തിന്റെ അച്ചടിക്കപ്പെട്ട ആദ്യ പതിപ്പ്. കൃത്യമായി ഓർക്കുക. സംസ്കൃത വ്യാകരണത്തിന്റെ അച്ചടിക്കപ്പെട്ട ആദ്യ പതിപ്പാണ് ക്രൊയേഷ്യൻ പ്രധാനമന്ത്രി ആന്ദ്രേ പ്ലെൻകോവിച്ചിന് ആര് നൽകിയത്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത്. വിരമിക്കൽ പ്രഖ്യാപിച്ച് ക്വിറ്റോവ. ആരാണ്? ക്വിറ്റോവ. ഒത്തിരി പേര് വിരമിക്കുന്നുണ്ട്, അതെല്ലാം നിങ്ങൾ അറിയുന്നുണ്ട്. പക്ഷെ ഇനി തിരിഞ്ഞു പോകരുത് എന്നതാണ് പ്രധാന കാര്യം. വനിതാ ടെന്നീസിലെ മുൻ ലോക 2ാം നമ്പർ താരം പെട്രോ ക്വിറ്റോവ വിരമിക്കൽ പ്രഖ്യാപിച്ചു. ആരാണ്? പെട്രോ ക്വിറ്റോവ. അപ്പോ ടെന്നീസ് താരമാണെന്ന് നമുക്ക് മനസ്സിലായി. ലോക 2ാം നമ്പർ താരമായിരുന്നു. ചെക്ക് റിപ്പബ്ലിക്കിന്റെ താരമാണ് പെട്രോ ക്വിറ്റോവ. ഏതാണ്? ചെക്ക് റിപ്പബ്ലിക്കിന്റെ താരമാണ് പെട്രോ ക്വിറ്റോവ. അതുകൂടെ ഒന്ന് ഓർക്കുക. കൂടാതെ 2 വട്ടം വിംബിൾഡൺ നേടിയിട്ടുള്ള താരമാണ് ക്വിറ്റോവ. എത്ര തവണയാണ്? 2 തവണ. 2 തവണ വിംബിൾഡൺ നേടിയിട്ടുണ്ട്. ഓസ്ട്രേലിയൻ ഓപ്പണിൽ റണ്ണറപ്പുമായിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള പോയിന്റ്സ് ആണ് ഇതൊക്കെ. 2 തവണ വിംബിൾഡൺ നേടിയിട്ടുണ്ട്. പിന്നെന്താണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ റണ്ണറപ്പുമായിട്ടുണ്ട്. വിജയിച്ചിട്ടില്ല, റണ്ണറപ്പുമായിട്ടുണ്ട്. ആരാണ്? പെട്രോ ക്വിറ്റോവ. ഏത് രാജ്യത്തെ താരമാണ്? ചെക്ക് റിപ്പബ്ലിക്കിലെ താരമാണ്. ടെന്നീസ് താരമാണ്. ആരാണ്? പെട്രോ ക്വിറ്റോവ. വിജയികൾക്ക് ആൻഡേഴ്സൺ ടെൻഡുൽക്കർ ട്രോഫി. എന്ത് വിജയികൾക്കാണ്? ടെസ്റ്റ് പരമ്പര. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിൽ വിജയിക്കുന്നവർക്കാണ് ആൻഡേഴ്സൺ ടെൻഡുൽക്കർ ട്രോഫി നൽകുന്നത്. വിവാദങ്ങൾക്കിടെ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര വിജയികൾക്ക് സമ്മാനിക്കുന്നത് ടെൻഡുൽക്കർ ആൻഡേഴ്സൺ ട്രോഫി. ഏതാണ്? ടെൻഡുൽക്കർ ആൻഡേഴ്സൺ ട്രോഫിയാണ് ടെസ്റ്റ് ക്രിക്കറ്റ് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര വിജയിക്കുന്നവർക്ക് നൽകുന്നത്. അപ്പൊ ആദ്യം നൽകിയിരുന്നത് എന്തായിരുന്നു? ആദ്യം നൽകിയിരുന്നത് പട്ടൗഡി ട്രോഫിയാണ്. ഏതാണ്? പട്ടൗഡി ട്രോഫിയാണ് ആദ്യം നൽകിയിരുന്നത്. അതിന് പകരമാണ് ടെൻഡുൽക്കർ ആൻഡേഴ്സൺ ട്രോഫി നൽകുന്നത്. ഈ പട്ടൗഡി ട്രോഫി അവർ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. അത് ആർക്ക് നൽകുന്നു? പരമ്പര നേടുന്ന ടീമിന്റെ ക്യാപ്റ്റന് പട്ടൗഡിയുടെ പേരിൽ മെഡൽ നൽകുന്നു. എന്ത് ചെയ്യുന്നു? പരമ്പര വിജയിക്കുന്ന ടീമിന്റെ ക്യാപ്റ്റനാണ് പട്ടൗഡിയുടെ പേരിൽ മെഡൽ നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്താണ്? പട്ടൗഡിയുടെ പേരിലുള്ള മെഡൽ ഇനി ആർക്കാണ് നൽകുന്നത്? വിജയിക്കുന്ന ടീമിന്റെ ക്യാപ്റ്റന്. ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റന്മാരായ ഇഫ്തിഖർ അലി ഖാൻ, മകൻ മൻസൂർ അലി ഖാൻ പട്ടൗഡി എന്നിവരുടെ പേരിലുള്ള ട്രോഫി ആയിരുന്നു മുൻപ് നൽകിയിരുന്നത്. ആരൊക്കെയാണ്? ഇഫ്തിഖർ അലി ഖാൻ, മകൻ മൻസൂർ അലി ഖാൻ പട്ടൗഡി എന്നിവരുടെ പേരിലുള്ള ട്രോഫിയാണ് നൽകിക്കൊണ്ടിരുന്നത്. ഈ ട്രോഫി നിർത്തലാക്കിക്കൊണ്ടാണ് ആൻഡേഴ്സന്റെയും ടെൻഡുൽക്കറിന്റെയും പേരിലുള്ള ട്രോഫി നൽകാൻ തീരുമാനിച്ചത്. നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, നോക്കാം. ഇന്ത്യൻ ഭരണഘടന ഹത്യാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിനം ഏത്? എന്താണ്? ഇന്ത്യൻ ഭരണഘടന ഹത്യാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിനം ഏത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ജൂൺ 15, ബി ജൂൺ 25, സി ജൂലൈ 15, ഡി ജൂലൈ 25. അപ്പോൾ ഓപ്ഷൻസ് നല്ല രസമുണ്ടല്ലേ? അപ്പോൾ ഇതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എന്തും പഠിക്കുമ്പോൾ വ്യക്തതയോടുകൂടി പഠിക്കണം, തിരിഞ്ഞു പോകരുത്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് PSC പരീക്ഷകളിലും അവർ ഓപ്ഷൻ തരുന്നത്.
ഒന്ന് കൺഫ്യൂസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് തെറ്റാൻ ചാൻസ് കൂടുതലാണ്. ജൂൺ 15, ജൂൺ 25, ജൂലൈ 15, ജൂലൈ 25. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി ജൂൺ 25 അല്ലേ? ജൂൺ 25 ഭരണഘടന ഹത്യാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ഏതാണ്? ജൂൺ 25. 27ാമത് ഷാങ്ഹായ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രമേത്? 27ാമത് ഷാങ്ഹായ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രമേത്? ഓപ്ഷൻസ് നോക്കാം. എ ജൂലിയ, ബി ആൻഡ്രിയ, സി വിക്ടോറിയ, ഡി ലൂസിഫർ. ഇതിലേത് മലയാള ചിത്രമാണ് 27ാമത് ഷാങ്ഹായ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശനത്തിനായി തിരഞ്ഞെടുത്തത്? അപ്പൊ ഇതിന്റെ ഉത്തരം അറിയാവുന്നവർ എല്ലാവരും കമന്റ് ചെയ്യുക. ഏതാണ് ഇതിന്റെ ഉത്തരമായി വരുന്നത്? ജൂലിയ, ആൻഡ്രിയ, വിക്ടോറിയ, ലൂസിഫർ. ഏതാണ്? ലൂസിഫർ എന്നൊന്നും പറയരുത്, ലൂസിഫർ അല്ല, ഓപ്ഷൻ സി ആണ്. സി വിക്ടോറിയ ആണ്. ഓക്കെ, അപ്പോൾ അറിയാത്തവരെല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. വിക്ടോറിയ, അതായത് ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക ചിത്രമാണിത്. ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക ചിത്രം കൂടിയാണിത്. 27ാമത് ഷാങ്ഹായ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലാണ് ഈ ചിത്രം പ്രദർശിപ്പിക്കുന്നത്. 27ാമത് ഷാങ്ഹായ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം വിക്ടോറിയ സംവിധാനം ചെയ്തതാര്? അപ്പൊ ചിത്രം ഏതെന്ന് നമ്മൾ അറിഞ്ഞു, ഇനി അത് സംവിധാനം ചെയ്തതാര്? ഇവിടെയും നല്ല ഫാൻസി ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ എ ശിവരഞ്ജിനി ജെ, ഓപ്ഷൻ ബി ശിവരഞ്ജിനി കെ, സി കലാരഞ്ജിനി ജെ, കലാരഞ്ജിനി കെ. രണ്ടേ പേരുകൊണ്ട് 4 ഓപ്ഷൻ സെറ്റ് ചെയ്ത് കണ്ടോ? ഇങ്ങനെയാണ് വരുന്നത്. ഇനിഷ്യൽ അടക്കം പഠിക്കുക. അപ്പോൾ ആൻസർ അറിയാവുന്നവരൊക്കെ കമന്റ് ചെയ്തേ. ഇതിൽ ആരാണ്? ശിവരഞ്ജിനി ജെ ആണോ, ശിവരഞ്ജിനി കെ ആണോ, അതോ ഇനി കലാരഞ്ജിനി ജെ ആണോ, അതോ കലാരഞ്ജിനി കെ ആണോ? ആരാണ് വിക്ടോറിയ എന്ന ചിത്രം സംവിധാനം ചെയ്തത്? ആരാണ്? ഓപ്ഷൻ ബി ആണ്. ബി ശിവരഞ്ജിനി കെ. ഓപ്ഷൻ ബി ശിവരഞ്ജിനി കെ ആണ് വിക്ടോറിയ എന്ന ചിത്രം സംവിധാനം ചെയ്തത്. അപ്പോൾ ആരാണ് വിക്ടോറിയ എന്ന ചിത്രം സംവിധാനം ചെയ്തത്? ആരാണ്? അപ്പോൾ ആരാണ് വിക്ടോറിയ എന്ന ചിത്രം സംവിധാനം ചെയ്തത്? ആരാണ്? ഓപ്ഷൻ എ ശിവരഞ്ജിനി ജെ. ആരാണ്? ഓപ്ഷൻ എ ശിവരഞ്ജിനി ജെ ആണ് 27ാമത് ഷാങ്ഹായ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം വിക്ടോറിയ സംവിധാനം ചെയ്തത്. ആരാണ്? ശിവരഞ്ജിനി ജെ. പ്രഥമ ആർച്ചർ അമീഷ് സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തിയാര്? പ്രഥമ ആർച്ചർ അമീഷ് സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി. ഓപ്ഷൻ എ ഡോക്ടർ ശ്യാമിലി മുള്ളിക്, ബി ഡോക്ടർ ശോഭിനി മുള്ളിക്, സി ഡോക്ടർ ശാലിനി മുള്ളിക്, ഡി ഡോക്ടർ മൃണാളിനി മുള്ളിക്. എല്ലാത്തിലും മുള്ളിക്കൊണ്ട്, അപ്പോൾ ഒരു മുള്ളിക്കാണെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിച്ചു. ഇനി ഇതിൽ ആരാണ് ആദ്യത്തെ ആർച്ചർ അമീഷ് സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി? ആരാണ്? ഓപ്ഷൻ സി ശാലിനി മുള്ളിക്. ആരാണ്? ഓപ്ഷൻ സി ശാലിനി മുള്ളിക്കാണ് പ്രഥമ ആർച്ചർ അമീഷ് സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി. ശ്രീലങ്കയുടെ 17ാമത് പ്രധാനമന്ത്രി ആര്? ശ്രീലങ്കയുടെ 17ാമത് പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ എ ഡോക്ടർ AS ഹരിണി അമരസൂര്യ, ബി അനുരാഗ് കുമാര ദിസനായകെ, സി വിക്രമസിൻഹ, ഡി ഹിരൺ അമരസൂര്യ. ഇതിൽ ആരാണ് ശ്രീലങ്കയുടെ 17ാമത് പ്രധാനമന്ത്രി? ശ്രീലങ്കയുടെ 17ാമത് പ്രധാനമന്ത്രി ആരാണ്? എല്ലാവരും പെട്ടെന്ന് കമന്റ് ചെയ്ത്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ആരാണ് ശ്രീലങ്കയുടെ 17ാമത് പ്രധാനമന്ത്രി? ആരാണ്? ഓപ്ഷൻ എ ഡോക്ടർ AS ഹരിണി അമരസൂര്യ. ആരാണ്? ഡോക്ടർ AS ഹരിണി അമരസൂര്യയാണ് ശ്രീലങ്കയുടെ 17ാമത്, അതായത് നിലവിലെ പ്രധാനമന്ത്രി. അനുരാഗ് കുമാര ദിസനായകെ ശ്രീലങ്കയുടെ നിലവിലെ പ്രസിഡന്റ് ആണ്. ശ്രീലങ്കൻ പ്രസിഡന്റ് ആണ് ആര്? അനുരാഗ് കുമാര ദിസനായകെ. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആണ് അനുരാഗ് കുമാര ദിസനായകെ. ആരാണ്? അനുരാഗ് കുമാര ദിസനായകയാണ് ശ്രീലങ്കയുടെ പ്രസിഡന്റ്. ഡോക്ടർ AS ഹരിണി അമരസൂര്യയാണ് ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി. 2026 2020 വനിതാ ലോകകപ്പ് വേദി നമ്മൾ കഴിഞ്ഞ പല ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു പോയ കാര്യമാണ്. 2026 2020 വനിതാ ലോകകപ്പ് വേദി. ഓപ്ഷൻ എ അമേരിക്ക, ബി ന്യൂസിലാൻഡ്, സി ശ്രീലങ്ക, ഡി ഇംഗ്ലണ്ട്. എവിടെയാണ് 2026 വനിതാ 2020 ലോകകപ്പ് നടക്കുന്നത്? എവിടെയാണ്? ഓപ്ഷൻ ഡി
ഇംഗ്ലണ്ട് ആണ് അല്ലേ? ഓപ്ഷൻ ഡി, ഇംഗ്ലണ്ടിലാണ് 2026 2020 വനിതാ ലോകകപ്പ് നടക്കുന്നത്. പ്രഥമ ആർച്ചർ അമിഷ് സാഹിത്യ പുരസ്കാരം ലഭിച്ച ഡോക്ടർ ശാലിനി മുള്ളിക്കിന്റെ കൃതി ഏത്? അപ്പോൾ ശാലിനി മുള്ളിക്കിനാണ് പ്രഥമ ആർച്ചർ അമിഷ് സാഹിത്യ പുരസ്കാരം എന്ന് നമ്മൾ പഠിച്ചു. ഇനി ഏത് കൃതിക്കാണ് ശാലിനി മുള്ളിക്കിന് ഈ പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻ എ, ദി വേ ഹോം, ബി, വേ ദി ഹോം, സി, ദി ഹോം, ഡി, ഹോം. അപ്പോൾ ഇത് ഒരു ഹോം ആണ് മുള്ളിക്കിന്റെ കൃതി എന്നൊക്കെ പഠിച്ചു പോയവര് എന്ത് ചെയ്യും? ഇവിടെ എത്തുമ്പോൾ ഇതിൽ ഏത് ഹോമാണെന്ന് തിരിച്ചറിയാനാകാതെ കഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പറയും പോലെ എന്ത് ചെയ്യുക? വ്യക്തമായിട്ട് പഠിക്കുക. ഇതിലേതാണ് ശാലിനി മുള്ളിക്കിന്റെ കൃതി? ഏതാണ്? ഓപ്ഷൻ എ ആണ്, ദി വേ ഹോം. ഏതാണ്? ദി വേ ഹോം. പ്രഥമ ആർച്ചർ അമിഷ് സാഹിത്യ പുരസ്കാരം ലഭിച്ച ഡോക്ടർ ശാലിനി മുള്ളിക്കിന്റെ കൃതിയാണ് ദി വേ ഹോം. എന്താണ്? ദി വേ ഹോം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ആനുകാലിക വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്